ഹലോ കൂട്ടുകാരെ, ബീൻസ് തോരൻ ബീൻസ് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് മടുത്തെങ്കിൽ ഇതുപോലെ തേങ്ങ ചേർക്കാതെ തന്നെ നല്ല ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബീൻസ് തോരൻ കണ്ടാലോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബീൻസ് തോരൻ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്നിട്ട് ഒരു മിക്സിയിലിട്ട് മാറ്റിയിട്ട് അതിനകത്ത് 2 ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ അരഞ്ഞു പോകണ്ട, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഏതെങ്കിലും ഒരു എണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കായപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പരിപ്പിനകത്ത് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയാണ് കായപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു കുക്കറിലോട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 2-3 വിസിലടിച്ചാൽ മതി. അതിനുശേഷം അത് നമ്മൾ എയറൊക്കെ പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ എടുക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പിന്നെ കടുക് ഇട്ട് കൊടുക്കുക, ഉണക്കമുളക്, പിന്നെ എരിവിന് വേണ്ടി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കുറച്ചൊരു 1/4 കപ്പോ നമ്മുടെ ബീൻസ് വേവാനുള്ള, ബീൻസ് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒന്ന് വെള്ളം തളിച്ചാലും മതി. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്കത് വേവാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ അവിടെ നല്ലപോലെ എയറൊക്കെ പോയതിന് ശേഷം ഇതുപോലെ എടുക്കുമ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ടയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീൻസും നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പരിപ്പിൽ എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ ആ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബീൻസുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതിനകത്തൊന്ന് ആവി കയറ്റണം. നമ്മുടെ ബീൻസിലോട്ടൊക്കെ നമ്മുടെ പരിപ്പ് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആവി കയറ്റാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെച്ചെടുക്കുക. അതിനുശേഷം തുറന്ന് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതിലുള്ള, എപ്പോഴും നമ്മൾ ബീൻസ് തോരനും ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ ഗുണപ്രദമായിട്ടുള്ളൊരു സാധനമാണിത്. നമ്മൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വളരെ പ്രോട്ടീൻ അടങ്ങിയൊരു ഫുഡും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഫുഡ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കഴിക്കാം. അപ്പോൾ വെജിറ്റബിൾ കഴിച്ചതുമായി പ്രോട്ടീൻ അടങ്ങിയതുമായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.